നമ്മൾ നേരത്തെ പറഞ്ഞ ബിഗ് 3-ൽ 1-ഉം 2-ഉം കഴിഞ്ഞു. അതായത് ലാർജർ GPUവും അഡ്വാൻസ്ഡ് റേ ട്രേസിംഗും കഴിഞ്ഞു. ഇനി ബിഗ് 3-ത്തെ ഏറ്റവും ലാസ്റ്റത്തെ, അതായത് മെഷീൻ ലേണിംഗ് ഓർ AI. അപ്പൊ മാർക്സ് ഏണി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ AI എന്ന് ബേസിക്കലി പറഞ്ഞാൽ ഇപ്പം നമ്മൾ പൊതുവെ കൺസ്യൂമേഴ്സ് കാണുന്ന എന്തൊക്കെയാ? ഒന്ന് ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ ജനറേറ്റീവ് AI ഉണ്ട്. അപ്പൊ മാർക്സ് ഏണി നോക്കിയപ്പം PS5 Proയിൽ ഏത് ഫീച്ചർ വേണമെങ്കിലും, അതായത് AIയുടെ ഏത് ഫോം വേണമെങ്കിലും ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് AI വെച്ചിട്ട് ഗെയിംസിൽ എന്തെങ്കിലും ഇവർക്ക് ജനറേറ്റ് ചെയ്ത് വിടാം. അല്ലെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മോഡൽസ് ത്രൂ ഇവർക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആക്കാം ഗെയിം പ്ലേ. അപ്പൊ പുള്ളി പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് തൽക്കാലം ഫോക്കസ് ചെയ്തത് ഒരു കാര്യം, അതായത് AI കൊണ്ട് ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ടാണ് ഇവർ നോക്കിയത്. അതായത് ഗെയിംസ് ബെറ്റർ ആയിട്ട് റെൻഡർ ചെയ്യുക എന്ന് മാത്രമല്ല, കുറച്ച് റെൻഡർ ചെയ്യുക, പക്ഷെ മാക്സിമം ഗ്രാഫിക്കൽ ബൂസ്റ്റ് ഗെയിംസിന് എത്തിച്ചു കൊടുക്കുക. ഇതിന് പുള്ളി എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൂപ്പർ റെസൊല്യൂഷൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. സൂപ്പർ റെസൊല്യൂഷനിൽ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നോക്കുക, ഒരു 4K ഇമേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൽ 8 മില്യൺ പിക്സൽസ് ആണ് ഉണ്ടാവുന്നത്. ഈ 8 മില്യൺ പിക്സൽസ് ഇരുന്ന് റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഗെയിം എഞ്ചിന് നല്ല ടാസ്ക്കാണ്. അപ്പൊ നിങ്ങൾ ഒരു സിനാരിയോ ആലോചിച്ച് നോക്കിയേ. അതായത് 8 മില്യൺ പിക്സൽസ് ഗെയിമിന് റെൻഡർ ചെയ്യുന്നതിന് പകരം അതിന്റെ 4/1, അതായത് ഏകദേശം 2 മില്യൺ പിക്സൽസ് ഗെയിമിന് റെൻഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗെയിമിന് ഏതാണ് എളുപ്പം? 8 മില്യൺ പിക്സൽ റെൻഡർ ചെയ്യുന്നതാണ്, 2 മില്യൺ പിക്സൽ റെൻഡർ ചെയ്യുന്നതാണ്? ഉറപ്പായിട്ടും 2 മില്യൺ പിക്സൽസ് റെൻഡർ ചെയ്യുന്നതാണ് ഗെയിമിന് എളുപ്പം. കാരണം വളരെ കുറച്ച് റെൻഡർ ചെയ്താൽ മതി കമ്പയർ ടു 4K ഇമേജ്. ഇത്തരത്തില് 2 മില്യൺ പിക്സൽസ് ഗെയിം റെൻഡർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് AIനോട് പറയുക ഇതിന്റെ ഇടയിലത്തെ ഗ്യാപ്സ് നീ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. അത്തരത്തിൽ ഫില്ല് ചെയ്തിട്ട് അതിൽ കൂടുതൽ ക്രിസ്പ്നെസ്സും ഡീറ്റെയിൽസും ബാക്കിയുള്ള ഇൻഫർമേഷനും നീ ആഡ് ചെയ്യാന്നും പറഞ്ഞിട്ട് AIയുടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക. ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗെയിം എഞ്ചിൻ വെറും 2 മില്യൺ പിക്സൽ, 8 മില്യൺ പിക്സൽസിനെയായിരുന്നു ശരിക്കും റെൻഡർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ വെറും 2 മില്യൺ പിക്സൽസിനെ റെൻഡർ ചെയ്തിട്ട് AIക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് AI അതിന്റെ മേലെ ക്രിസ്പ്നെസ്സും ഡീറ്റെയിൽസും ഇടയ്ക്കുള്ള ഗ്യാപ്സും എല്ലാം ഫില്ല് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് ഒരു 4K ഇമേജ് ആയിട്ട് AI ഇട്ട് കൊടുത്തു. അപ്പം ഗെയിം റെൻഡർ ചെയ്തത് വളരെ കുറച്ച്, അതായത് ഗെയിം എഞ്ചിൻ ഭയങ്കര ഈസിന് ഇത് റെൻഡർ ചെയ്തിട്ടു. ഗെയിമേഴ്സ് നോക്കുമ്പം അവർ പ്രതീക്ഷിച്ച 4K ക്വാളിറ്റി അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന നേറ്റീവ് റെസൊല്യൂഷൻ അവർക്ക് കിട്ടുന്നുമുണ്ട്. അപ്പം ഈ ഒരു യൂസ് കേസ് സിനാരിയോ ആണ് AIക്ക് വേണ്ടിയിട്ട് PS5 Proയിൽ സോണി ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് സൂപ്പർ റെസൊല്യൂഷൻ. അപ്പൊ മാർക്സ് ഏണി പറയുന്നത് സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒറ്റയൊരു ഫീച്ചർ അല്ല ഇങ്ങോട്ട് ഇവർ കൊണ്ടുവന്നേക്കുന്നത്, അതായത് PS5 Proയിലോട്ട് ഇവർ കൊണ്ടുവന്നേക്കുന്നത്. പകരം ഈ സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഫ് സ്ട്രാറ്റജീസ് എന്നാണ് പറയുന്നത്. ബേസിക്കലി പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അതായത് NVIDIA പണ്ട് ഗ്രാഫിക്സ് കാർഡുകൾ കൊണ്ടുവന്ന ഫീച്ചേഴ്സ് ഇവിടെ AMDക്ക് അത് ഇല്ലാത്തത് കൊണ്ട് സോണി AMDനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് ഇപ്പം PS5 Proയിൽ കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഈ ഫ്രെയിം ജനറേഷനും ഈ അഡ്വാൻസ്ഡ് റേ ട്രേസിംഗും ഈ ഫീച്ചേഴ്സ് എല്ലാം PS5 Proയിൽ പുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മുടെ ഗെയിം പ്ലേ ഭയങ്കര അടിപൊളിയാക്കും. അതുപോലെ തന്നെ ഇമേജസിനെ ഡീനോയ്സ് ചെയ്യുന്ന ഫീച്ചർ, അതായത് നമ്മൾ സാധാരണ റേ ട്രേസിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നോയ്സ് ഇമേജസിലോട്ട് കയറി വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചിലപ്പം രാത്രിയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നോയ്സ് നമ്മൾ കാണുമല്ലോ ഈ ഫോട്ടോയ്ക്കുള്ളിൽ. അതുപോലെ ഗെയിം എഞ്ചിൻ പ്രോസസ്സ് ചെയ്യുന്ന ഇമേജസിലും ഉണ്ടാവും നോയ്സിങ്. അപ്പൊ ഈ നോയ്സിനെ മാറ്റാനായിട്ട് ഡീനോയ്സിംഗ് എന്നും പറഞ്ഞ ഫീച്ചർ അതും AIനെ കൊണ്ട് ആണ് PS5 Proയിൽ ഇവർ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് ഈ പുള്ളി ഒരു ഫാമിലി ഓഫ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെയാ? ആദ്യമേ പറഞ്ഞ സൂപ്പർ റെസൊല്യൂഷൻ, പിന്നെ ഫ്രെയിം ജനറേഷൻ അല്ലെങ്കിൽ ഫ്രെയിം എക്സ്ട്രാപോളേഷൻ, പിന്നെ ഡീനോയ്സിംഗ് ഓഫ് ഇമേജസ്. അതിനെയാണ് ആ ഒരു AIയുടെ ഫാമിലി ഓഫ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പല ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഓഫ് സ്ട്രാറ്റജീസ് PS5 Proയിൽ ഉണ്ടെങ്കിലും ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സൂപ്പർ റെസൊല്യൂഷൻ ആണ് തൽക്കാലം എന്നാണ് മാർക്സ് ഏണി പറയുന്നത്. അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചീപ്പർ പിക്സൽസ് എന്നും പറഞ്ഞ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലോട്ട് ഒരു ആരോ കാണിച്ചിട്ട് മോർ എക്സ്പെൻസീവ് പിക്സൽസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ 3 റെസൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് 1080p, 1260p, പിന്നെ 1440p. അപ്പൊ ഈ 3 റെസൊല്യൂഷനെയും അപ്സ്കെയിൽ ചെയ്ത് ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 4K ഇമേജ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിലത്തെ ഏറ്റവും ബെസ്റ്റ് റെൻഡറിംഗ് എന്ന് പറഞ്ഞാൽ ഏതാ? അതായത് ഓൾറെഡി ഏറ്റവും കൂടുതൽ ഡേറ്റയുള്ള പിക്ചറിനെ നമ്മൾ കൂടുതൽ റെൻഡർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം എന്നാ? അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ 1440p റെസൊല്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളത് ഓരോ പിക്സലിനും. കാരണം അവിടെ പിക്സലുകളുടെ എണ്ണം കൂടുതലാണ്. പിക്സലിന്റെ എണ്ണം കൂടുമ്പോൾ എന്താ? ഓരോ പിക്സലിലും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതൽ പിക്സൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഡേറ്റയുണ്ട്, കൂടുതൽ ബെറ്റർ ആയിരിക്കും ആ ഒരു ഇമേജ്. പൊതുവെ ഡെവലപ്പേഴ്സ് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗെയിം എഞ്ചിൻ എന്താ ചെയ്യുന്നത്? ഇതിലത്തെ ഏറ്റവും ഡേറ്റയുള്ള ഇമേജിനെ ഇങ്ങോട്ട് എടുക്കും, അതായത് 1440p ഇമേജിനെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ 4K അല്ലെങ്കിൽ നേറ്റീവ് റെസൊല്യൂഷൻ ആയിട്ട് ഔട്ട്പുട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഗെയിം ഏറ്റവും റെസൊല്യൂഷൻ കൂടിയ ഇമേജിനെയാണ് ഓൾറെഡി റെൻഡർ ചെയ്ത്
നേറ്റീവ് റെസൊല്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സിനാരിയോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രോസസ്സിംഗ് ഇനി മാറി മറിയാൻ പോവുക. കാരണം എന്താണ്? സിസ്റ്റം ഒരു 1080p ഇമേജിനെ ഇങ്ങോട്ട് എടുക്കും. 1080p ഇമേജിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിൽ എത്ര പിക്സൽ ഉണ്ടെന്ന് നോക്കും. ഓരോ പിക്സൽ AI റീഡ് ചെയ്യാൻ തുടങ്ങും. AI റീഡ് ചെയ്തിട്ട് AI പറയും ഈ ഇമേജിൽ കുറച്ച് ക്രിസ്പ്നെസ്സോ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡെപ്ത് ഇൻഫർമേഷനോ ലൈറ്റിംഗ് ഇൻഫർമേഷനോ എന്താണെന്ന് വെച്ചാൽ AI അപ്ലൈ ചെയ്യാൻ പറയും. അല്ലെ AI അനലൈസ് ചെയ്തിട്ട് AI തീരുമാനിക്കും ഇതിൽ എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കും. അങ്ങനെ AI ഓരോ പിക്സലിനെയും ജനറേറ്റ് ചെയ്ത് വിടും കൂടുതൽ ഡീറ്റെയിൽസോട് കൂടി. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതിനെ അവസാനം 4K ഔട്ട്പുട്ട് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ഗുണം? നേരത്തെ പോലെ 1440p റെസൊല്യൂഷൻ ഉള്ള ഇമേജിനെ പ്രോസസ് ചെയ്യുന്നതിലും ഗെയിം എഞ്ചിന് കുറെ കൂടി എളുപ്പമുണ്ട് വെറും ഒരു 1080p ഇമേജിനെ പ്രോസസ് ചെയ്യാൻ അല്ലെങ്കിൽ റെൻഡർ ചെയ്യാൻ. കാരണം എന്നാ? മറ്റടുത്ത് പിക്സലുകളുടെ എണ്ണം കൂടുതലാണ്. ഇവിടെ മറ്റേതിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറച്ച് പിക്സൽസ് ഗെയിം എഞ്ചിന് റെൻഡർ ചെയ്താൽ മതി. അപ്പൊ ഗെയിം എഞ്ചിനെ സംബന്ധിച്ച് ഭയങ്കര എളുപ്പമാണ് റെൻഡറിങ്. കാരണം എന്നാ? ഹെവി ഡ്യൂട്ടി AI ചെയ്തോളും, ഗെയിം എഞ്ചിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പക്ഷേ നിങ്ങൾക്ക് കാണാം മോർ എക്സ്പെൻസീവ് പിക്സൽ എന്ന് പറഞ്ഞ് 1080p പിക്സലിനെ കാണിച്ചിരിക്കുന്നത്. അവിടെ ഈ മോർ എക്സ്പെൻസീവ് പിക്സൽ എന്ന് പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ ഡെവലപ്പേഴ്സിന് തന്നെ തീരുമാനിക്കാം ഓരോ പിക്സലിലോട്ട് എത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി കാര്യങ്ങളിൽ പറയുന്ന പോലെ തന്നെ എന്തൊക്കെ AI വന്നെന്ന് പറഞ്ഞാലും ഹ്യൂമൻസ് ചെയ്യുന്ന അത്ര ഒരു വെടിപ്പ് ഇപ്പോഴും AIക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും? ഒരു 1080p ഇമേജിനെ കൂടെ എടുക്കും. എന്നിട്ട് ഓരോ പിക്സലിന്റെ അകത്തും മാക്സിമം ഡാറ്റ അവർ കുത്തി നിറയ്ക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു 2K ഇമേജിൽ കുത്തി നിറയ്ക്കുന്നതിലും എളുപ്പമാണ് വെറും ഒരു ഫുൾ HD ഇമേജിലോട്ട് ഡാറ്റ കുത്തി നിറയ്ക്കുക. കാരണം എന്നാ? പിക്സലുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ ഡെവലപ്പേഴ്സ് എഫക്റ്റീവ്ലി എന്താ ഇവിടെ ചെയ്യുന്നത്? അവർ കുറച്ച് പിക്സലുകളെ എടുത്തിട്ട് മാക്സിമം ഡാറ്റ അതിലോട്ട് കുത്തിക്കയറ്റും. അപ്പം ഓരോ പിക്സലും ഡാറ്റ കൂടുന്നതിനനുസരിച്ചിട്ട് അത് എക്സ്പെൻസീവ് ആയിട്ട് മാറും. കാരണം എന്നാ? കൂടുതൽ എഫേർട്ട്, കൂടുതൽ ഡാറ്റ എല്ലാം അതിലോട്ട് ഡെവലപ്പേഴ്സ് സ്പെൻഡ് ചെയ്യും. അതായത് ഡെവലപ്പേഴ്സ് പറയും ഇതിൽ ഇത്രത്തോളം ലൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കണം, ഇതിൽ ഇത്രത്തോളം ടെക്സ്ചർ കൊടുക്കണം, ഇതിൽ ഇത്രത്തോളം ക്രിസ്പ്നെസ്സും ഡീറ്റെയിലും എല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി ഉണ്ടാക്കും ഓരോ പിക്സലിന്. അങ്ങനെ ഓരോ പിക്സലും കൂടുതൽ എക്സ്പെൻസീവ് ആവും. അപ്പം ഡെവലപ്പേഴ്സ് എന്താ ചെയ്യുന്നത്? കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും കുറച്ച് പിക്സൽസിനെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കി ഫുൾ AI ഏറ്റെടുത്ത് നേറ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ 4K ഔട്ട്പുട്ട് ആയിട്ട് AI ചെയ്ത് കൊടുത്തോളൂ. ചുരുക്കി പറഞ്ഞാൽ ഇനി മുതൽ ഗെയിം എഞ്ചിൻ ഈ പറഞ്ഞ 2K ഇമേജ് ഒന്നും പോയിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല. ഏറ്റവും കുറവ് റെസൊല്യൂഷനിൽ കിടക്കുന്ന ഇമേജ് എവിടെ കിട്ടുമോ അവിടെ പോയിട്ട് ഗെയിം എഞ്ചിൻ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് അതിന്റെ മെയിൻ പണി ഫുള്ള് AIയുടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് 4K അല്ലെങ്കിൽ നേറ്റീവ് റെസൊല്യൂഷനിൽ ഫൈനൽ ഇമേജ് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചേ. അതായത് നേരത്തെ പറഞ്ഞ റേ ട്രേസിംഗ്, ഇപ്പൊ പറഞ്ഞ സൂപ്പർ റെസൊല്യൂഷൻ, ഈ സംഭവങ്ങളിലെല്ലാം ഗെയിം എഞ്ചിന്റെ പണി വളരെ കുറഞ്ഞു വരിക. ഫുള്ള് AIയുടെ തലയിലോട്ട് അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്ന പുതിയ പുതിയ കേപ്പബിലിറ്റീസ് ആണ് ഹെവി ഡ്യൂട്ടി പണികളെല്ലാം ചെയ്യുന്നത്. ഗെയിം എഞ്ചിൻ ഇനി മുതൽ സുഖമായിട്ടിരിക്കാം കമ്പയർ ടു ബേസ് PS5. അടുത്ത സ്ലൈഡിൽ മാർക്സേണി പറയുന്നത് പറഞ്ഞാൽ ഇത്തരത്തിൽ AIയുടെ മേൽ എല്ലാം കൊടുത്ത് ഇവർക്ക് വെറുതെ ഇരിക്കാന്നല്ല ഇതിന്റെ അർത്ഥം. അതായത് AI സാധ്യമാക്കുന്നത് കുറച്ചധികം ന്യൂറൽ നെറ്റ്വർക്സുകളാണ്. അപ്പൊ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് അവരുടെ പണി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൺവെൻഷണൽ ആയിട്ടുള്ള പ്രീ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ കൺവെൻഷണൽ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റ് പ്രോസസ്സിംഗ് ഇതിന് ശേഷവും നടക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറയുന്നത് AI വന്നൊന്നും പറഞ്ഞിട്ട് ഫുൾ AI അല്ല ഏറ്റെടുത്ത് ചെയ്യുന്നത്. AIക്ക് തൊട്ട് മുന്നേ കുറച്ച് കൺവെൻഷണൽ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഉണ്ട്, AI കഴിഞ്ഞിട്ട് കുറച്ച് പോസ്റ്റ് പ്രോസസ്സിംഗും ഉണ്ട്. ഇങ്ങനെ നടുക്ക് കിടക്കുന്ന ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ ഇവർ വിളിക്കുന്ന പേര് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന്. ഈ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഈ ഒരു സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പുള്ളി പറയുന്നത് PS5 Proയിൽ ഇവർ ഉപയോഗിച്ചേക്കുന്ന CNN എന്ന് പറയുന്നത് എക്സാക്ട് ഇതല്ല, പക്ഷെ ഇതുമായിട്ട് ഏകദേശം ചേർന്ന് കിടക്കുന്ന ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഇതിൽ ഇഷ്ടം പോലെ ഇമേജസ് നിങ്ങൾക്ക് കാണാം. ഓരോ ആരോകളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഇമേജുകളുണ്ട്. ഈ ഇമേജസിനെ ഇവർ വിളിക്കുന്ന പേര് ടെൻസേഴ്സ് എന്നാണ്. ടെൻസേഴ്സിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇമേജസ് വിത്ത് മെനി ബൈറ്റ്സ് ഓഫ് ഡാറ്റ പെർ പിക്സൽ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ ഇഷ്ടം പോലെ ലേയേഴ്സും കാണാം. ഇവിടെ ആദ്യമേ ഗെയിം ഒരു 4K ഇമേജ് ഇങ്ങ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഈ ഒരു ഇമേജ് എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനെ സെക്കൻഡ് ലെയറിലോട്ട് കടത്തിവിടും. അപ്പം നിങ്ങൾ ഓർത്തോണം, ഇതെന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് അല്ലെങ്കിൽ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. അതായത് ബേസിക്കലി AI ആണ് ഇവിടെ സംഭവം, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം മെഷീൻ ലേണിംഗ് ഇവിടെ ഒരു മെട്രിക്സ് മാത്ത് അപ്ലൈ ചെയ്യും. ഈ ഒരു ഫസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ മെട്രിക്സ് മാത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിന് പിടികിട്ടും ഈ ഒരു ഇമേജിൽ ഇത്രയും പിക്സലുകളുണ്ട്, ഈ ഓരോ പിക്സലിലും ഇത്രയും ഡേറ്റയാണ് ഉള്ളത് എന്ന് ഈ AI മനസ്സിലാക്കും, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മനസ്സിലാക്കും. AI ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും AIക്ക് പിടികിട്ടും ഇതിൽ കുറച്ച് ഇൻഫർമേഷൻ മിസ്സിംഗ് ആണ്. ഇപ്പം ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് എടുക്കുമ്പോഴത്തേക്കും അതിൽ ഒരു മനുഷ്യന്റെ എഡ്ജസ്, അതായത് കൈയുടെ എഡ്ജസ് ഇങ്ങനെ കാണിക്കുക. അപ്പം AI നോക്കുമ്പോൾ എഡ്ജസ് ക്ലിയർ അല്ല. അപ്പൊ AI എന്ത് ചെയ്യും? എഡ്ജസ് അങ്ങോട്ട് ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്ത് വിടും. ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ എഫക്ട് എന്താ? കൂടുതൽ ഡേറ്റ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യമേ കിട്ടിയ ഇമേജിൽ നിന്ന് കുറച്ചുകൂടെയും ഡേറ്റ AI അങ്ങോട്ട് ആഡ് ചെയ്ത് പെർ പിക്സൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ഡേറ്റ ഓരോ പിക്സലിലേക്ക് AI ആഡ് ചെയ്യും. അപ്പൊ എന്താ? ഇമേജിന്റെ സൈസ് കൂടും. അപ്പൊ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ AI ആഡ് ചെയ്യുന്ന ഈ പറഞ്ഞ ഒരു എഡ്ജസ് AI ആഡ് ചെയ്യുമ്പോൾ ഒരു 16 ബൈറ്റ്സ് ഓഫ് അഡീഷണൽ ഡേറ്റ ആ ഒരു ഇമേജിലോട്ട് കയറും. അത് കഴിഞ്ഞ് അടുത്ത ഒരു നെറ്റ്വർക്കിലോട്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു അപ്സ്കെയിലിംഗ് നടക്കും. അത്
കഴിഞ്ഞ് ഇമേജിനെ ഇത് വേറൊരു ലെയറിലോട്ട് കടത്തിവിടും. ആ ലെയർ എന്താ? ഡൗൺ സ്കെയിൽ ചെയ്യുവാണ് ഇമേജിനെ. ഡൗൺ സ്കെയിൽ അഥവാ ഡൗൺ സൈസ് ചെയ്യുക. അതായത് 4K ആയിരുന്ന ഇമേജിനെ AI പിടിച്ചിട്ട് 1080p ഇമേജ് ആക്കും. പക്ഷെ ഇവിടെ AI ഒരു കാര്യം ചെയ്യും. ഏതാ? ഡീറ്റെയിൽസോ ക്രിസ്പ്നെസ്സോ നഷ്ടപ്പെടാതെ, അതായത് ഇൻ എഫക്ട് ആ അഡീഷണൽ ഡേറ്റ AI തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത അഡീഷണൽ ഡേറ്റ AI ഇവിടെ നഷ്ടപ്പെടുത്തത്തില്ല. അത് മെമ്മറിയിൽ വെക്കും. പകരം ഇമേജിന്റെ ഡൗൺ സ്കെയിൽ ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ AI നോക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ AI വീണ്ടും അതിനെ ഡൗൺ സ്കെയിൽ ചെയ്യും. എങ്ങോട്ട്? വെറും ഒരു 540 പിക്സലിലേക്ക്. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കണം, 4K ആയിട്ട് വന്ന ഇമേജിനെ AI ഡൗൺ സ്കെയിൽ ചെയ്ത് 540 പിക്സലിലോട്ട് കൊണ്ട് എത്തിക്കും. അതായത് AIക്ക് 8 മില്യൺ പിക്സലിൽ പോയിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ലെന്ന് AIക്ക് പിടികിട്ടും. AI നോക്കുമ്പോൾ AIക്ക് ആവശ്യമുള്ള ഡേറ്റയും കാര്യങ്ങളും വെറും ഈ പറഞ്ഞ 540p പിക്സലുകളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ AI എന്ത് ചെയ്യും? ആ ഇമേജ് വെച്ചിട്ട് കളിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു ഇമേജിനെ വീണ്ടും അതുപോലെ പല പല ലെയറുകളിലേക്ക് കടത്തി വിട്ടിട്ട് വീണ്ടും അപ്സ്കെയിൽ ചെയ്യാൻ തുടങ്ങും. വീണ്ടും 1080pയിലോട്ട് അപ്സ്കെയിൽ ചെയ്ത് വിടും. വീണ്ടും അതിൽ നിന്ന് ഫൈനൽ 4K അല്ലെങ്കിൽ നേറ്റീവ് റെസല്യൂഷനിലോട്ട് അപ്സ്കെയിൽ ചെയ്ത് വിടും. അപ്പം ഫൈനൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി, ഏറ്റവും മാക്സിമം ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൂപ്പർ ഇമേജ് ആയിരിക്കും. ഇതാണ് ഈ ഒരു CNN ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞു പോയപ്പോഴത്തേക്കും ഈ CNN പെട്ടെന്ന് തീർന്നു. പക്ഷെ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചോണം, AI ഇവിടെ മെട്രിക്സ് മാത്ത് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അതായത് മാർക്സ് ഏണി പറയുന്നത് 10,000 ഓപ്പറേഷൻസ് ആർ ബീങ് ക്യാരിഡ് ഔട്ട് ഓൺ എ സിംഗിൾ പിക്സൽ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ എത്രത്തോളം മാത്ത് ഉണ്ടാവും? അതായത് ഒരു 4K ഇമേജ് എടുത്താൽ 8 മില്യൺ പിക്സൽസ് ഉണ്ട്. ആ ഓരോ പിക്സലിലും 10,000 മാത്സ് ആണ് ചെയ്യുന്നത് സിസ്റ്റം അഥവാ AI. ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്പറേഷൻസ് ഉണ്ട്. അതെല്ലാം ഒരൊറ്റ മില്ലി സെക്കൻഡിൽ ഇവർക്ക് ചെയ്ത് കിട്ടുകയും കൂടി വേണം. പൊതുവെ നമ്മൾ കമ്പ്യൂട്ടേഷണൽ റിലേറ്റഡ് എല്ലാ കാൽക്കുലേഷൻസും മില്ലി സെക്കൻഡ്സിലും മൈക്രോ സെക്കൻഡ്സിലും ഒക്കെയാണ് പറയുന്നത്. കാരണം ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ AI ചെയ്യുന്ന ഈ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഞാൻ ഈ പറഞ്ഞ ഓരോ പിക്സലിലും ഒരു 4K ഇമേജ് എടുത്താൽ 8 മില്യൺ പിക്സൽസ് ഉണ്ട്. അതിലത്തെ ഓരോ പിക്സൽസിലും 10,000 ഓപ്പറേഷൻസ് അങ്ങനെ ചെയ്യണം. 8 മില്യൺ പിക്സൽസിലും 10,000 വെച്ചിട്ട് ഓരോ പിക്സലിലും അത്രയും ഓപ്പറേഷൻസ് അത് ഒറ്റ മില്ലി സെക്കൻഡിൽ സിസ്റ്റത്തിന് ചെയ്ത് കിട്ടണം. അപ്പം മാർക്സ് ഏണി പറഞ്ഞു ഇവർക്കപ്പോൾ പിടികിട്ടി, നല്ല പെർഫോമന്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഇവർക്ക് അതിന് വേണം ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ. അതുപോലെ തന്നെ പുള്ളി ഈ ഓപ്പറേഷൻസിന്റെ ഏകദേശം ഒരു എണ്ണം പറയുന്നുണ്ട്. എണ്ണം എന്ന് പറയുന്നത് ട്രില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ മില്ലി സെക്കൻഡ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പുതിയൊരു യൂണിറ്റ് ആയിട്ട് പുള്ളി കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ടെറാഫ്ലോപ്സ് എന്തായിരുന്നു കണ്ടായിരുന്നു. ടെറാഫ്ലോപ്സ് എന്താ? ട്രില്യൺസ് ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. പുള്ളി പറയുന്നു ഇവിടെ ഇതിനെ ടോപ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ട്രില്യൺസ് ഓഫ് ഇന്റിജർ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അടുത്ത സ്ലൈഡിൽ മാർക്സ് ഏണി പറയുന്നത് പുള്ളി ഇപ്പൊ നമുക്ക് ടോപ്സ് എന്നുള്ള സംഭവം കാണിച്ചു തന്നു. അതായത് ട്രില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ നല്ല പെർഫോമന്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ വേണം. അതായത് നല്ല പവർഫുൾ ഹാർഡ്വെയർ വേണം. അപ്പം എവിടെ നമ്മൾ ഈ പറയുന്ന ഈ മെട്രിക്സ് മാത്ത് എല്ലാം കൂടെ ചെയ്യാൻ സാധ്യമാക്കും? അല്ലെങ്കിൽ ഹാർഡ്വെയർ വൈസ് എങ്ങനെ അത് നമ്മൾ എനേബിൾ ചെയ്യും ഇത്രയും ട്രില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഒരു സെക്കൻഡ് ചെയ്യാനായിട്ട്? അപ്പൊ ഇവർ നോക്കിയപ്പം രണ്ട് വഴിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ GPUനെ ഇവർക്ക് എൻഹാൻസ് ചെയ്യും. അതായത് ബേസിക്കലി ഗ്രാഫിക്സ് കാർഡ് ഇവർക്ക് എൻഹാൻസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ? ഗ്രാഫിക്സ് കാർഡ് ഇച്ചിരൂടെ വലുപ്പം കൂടും. അപ്പം ഗ്രാഫിക്സ് കാർഡിന്റെ വലുപ്പം കൂടുമ്പോൾ എന്താ പ്രശ്നം? ബാക്കിയുള്ള ഹാർഡ്വെയർസും അതിനനുസരിച്ചിട്ടായിട്ട് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ NPUs എന്ന് പറഞ്ഞാൽ ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ്സ് എന്ന. ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ്സ് AIനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഹാർഡ്വെയർ ആണ്. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പുതിയൊരു ലാപ്ടോപ്പ് മേടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്റലിന്റെ കുറച്ച് പുതിയ ചിപ്സ്, അതായത് ഇന്റൽ കോർ അൾട്ര എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ AMDയുടെ RX സീരീസ് ഓഫ് CPUs. അപ്പൊ ഈ കോർ അൾട്രയും അതുപോലെ RX CPUs ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ CPUന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ചെറുതായിട്ടുള്ള NPUs ഉണ്ട്. നമ്മൾ ആപ്പിളിന്റെ M4 അല്ലെങ്കിൽ M3 M2 അങ്ങനത്തെ M സിലിക്കോൺ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലുമുണ്ട് ഇത്തരത്തിലുള്ള NPUs. ഈ NPUs എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ലാപ്ടോപ്സിനെ പവർ ചെയ്യുമ്പം അതിൽ AI പ്രവർത്തിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ AIനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഈ NPUs വളരെ കേപ്പബിൾ ആയിട്ടിരിക്കും. ഈവൻ സ്മാർട്ട് ഫോൺസിൽ വരെ NPUs ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് സോണി വിചാരിച്ചു എന്നാൽ നമുക്ക് PS5 Proയിൽ ഒരു NPU കൊണ്ടുവന്നാലോ. പക്ഷെ അങ്ങനെ ഒരു NPU കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ AI ടാസ്ക് എല്ലാം പെട്ടെന്ന് ചെയ്ത് കിട്ടും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിൽ കണ്ടു CNNന്റെ മുമ്പ് കുറച്ച് പ്രീ പ്രോസസിംഗ് ഉണ്ട്. അതുപോലെ CNNs കഴിഞ്ഞിട്ടും കുറച്ച് പോസ്റ്റ് പ്രോസസിംഗും ഉണ്ട്. ഇവരൊരു NPU കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പ്രീ പ്രോസസിംഗും പോസ്റ്റ് പ്രോസസിംഗും NPUവിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് കൺവെൻഷണൽ ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. NPUവിന് ഈ പറഞ്ഞ AI റിലേറ്റഡ് ടാസ്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു പോരായ്മയുണ്ടെങ്കിലും ഇവരോർത്തു എന്നാലും നമുക്ക് ഇത്രയും ടാസ്ക് ചെയ്യേണ്ടതല്ലേ, അതായത് ട്രില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഉള്ളതല്ലേ, ഒരു NPU തന്നെ നോക്കാം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവര് ഗെയിം റെൻഡറിങ് വീണ്ടും കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കി തുടങ്ങിയത്. അങ്ങനെ നോക്കിയപ്പോൾ ഇവർക്കൊരു കാര്യം പിടികിട്ടി. സാധാരണ ഈ ഒരു സൂപ്പർ റെസൊല്യൂഷൻ ഫീച്ചർ ഇവർ എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു 1080p റെൻഡറിങ്ങിലുള്ള ഒരു ഇമേജിനെ 4K ഇമേജ് ആക്കുന്നതിന്റെ മുന്നേ ആയിട്ടാണ് ഈ ഒരു അപ്സ്കെയിലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഈ അപ്സ്കെയിലിംഗ് പ്രോസസ്സിംഗ് എവിടെയായിട്ട് നടക്കുന്നു എന്ന് ഇവര് നോക്കി. അതായത് ഈ ഫുൾ റെൻഡറിംഗ് പ്രോസസ്സിന്റെ ഏത് ഭാഗത്തായിട്ടാണ് അപ്സ്കെയിലിംഗ് നടക്കുന്നത്, അതായത് ഏറ്റവും തുടക്കത്തിലാണോ അതോ ഏറ്റവും ഒടുക്കത്തിലാണോ അതോ കൃത്യം നടുക്കാണോ, അങ്ങനെ ഇവര് നോക്കി.
നോക്കി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇവർക്ക് പിടികിട്ടി ഏകദേശം ഒരു പകുതിക്ക് അപ്പുറത്തായിട്ടാണ് ഈ ഒരു അപ്സ്കെയിലിംഗ് നടക്കുന്നത്. അപ്സ്കെയിലിംഗ് നടക്കുമ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് വേറെ ഒരു ടാസ്കും സിസ്റ്റം ചെയ്യത്തില്ല. അതായത് ആ AI പ്രവർത്തിക്കുന്ന ടൈമിൽ വേറെ ഒരു ടാസ്കും ഗെയിം എഞ്ചിൻ വേറെ ഒരു റെൻഡറിങ്ങും ചെയ്യത്തില്ല. AI അവിടെ പ്രവർത്തിച്ച് കഴിഞ്ഞോ അത് കഴിഞ്ഞിട്ട് ഗെയിം റെൻഡറിങ് തുടരും. അപ്പൊ ഇവർക്ക് പിടികിട്ടി ഈ ഒരു CNN ആണല്ലോ AI സാധ്യമാക്കുന്നത്. അപ്പം ആ ഒരു അപ്സ്കെയിലിംഗ് സമയം അവിടെ വേറെ ഒരു പ്രോസസ്സും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് ഒരു കാര്യം പിടികിട്ടി. എന്താണ്? ആ ഒരു സമയം കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഗെയിം റെൻഡറിങ് ടൈം മൊത്തത്തിൽ കുറയ്ക്കാം. അത് മാത്രമല്ല ഈ ഒരു സമയത്ത്, അതായത് ആ ഒരു അപ്സ്കെയിലിംഗ് നടക്കുന്ന സമയത്ത് വേറെ ഒരു പ്രോസസ്സും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതിൻ്റെതായിട്ടുള്ള സമയം കുറയ്ക്കുവാണെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? വേറെ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും മിനിമൈസ് ചെയ്യുക ഇവർക്ക്, അല്ലേ? അപ്പൊ ഇവർ തീരുമാനിച്ചു എന്ത് വന്നാലും വേണ്ടില്ല, ഏറ്റവും പവർഫുൾ ഒരു ഹാർഡ്വെയർ തന്നെ നമുക്ക് ആവശ്യമാണെന്ന് ഇവർ തീരുമാനിച്ചു. അപ്പൊ ഇവർ ആലോചിച്ചു എന്നാൽ നമുക്ക് ഈ ഒരു സമയം ചുരുക്കുന്നതിനായിട്ട്, അതായത് ഈ ഒരു അപ്സ്കെയിലിംഗ് സമയം ചുരുക്കുന്നതിനായിട്ട് നമുക്കൊരു NPU തന്നെ നോക്കാമെന്ന് ഇവർ ആലോചിച്ചു. പക്ഷെ അങ്ങനെ നോക്കിയപ്പം വേറൊരു പ്രശ്നം അവിടെ വന്നു. ഇവരൊരു NPU ഡിസൈൻ ചെയ്ത് നോക്കി. NPU ഡിസൈൻ ചെയ്തിട്ട് അതിൽ ഈ CNN കയറ്റി വിട്ടപ്പോഴത്തേക്ക് ഇവർക്ക് പിടികിട്ടി ആ NPU എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ. അതായത് ഇവരുടെ ആവശ്യം എന്താണോ അതിലും പവർഫുൾ ആണ് ആ NPU. ഇവർക്ക് സത്യം പറഞ്ഞാൽ അത്രയും പവർ ഒന്നും വേണ്ട. ഈ പറഞ്ഞ ട്രില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ആവശ്യമുള്ള ഈ CNN എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് NPU കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവർക്ക് ആവശ്യമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവർ നോക്കുമ്പോൾ ഇവർക്കൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു CNN മതി. അതായത് ജസ്റ്റ് ഇവർക്ക് ആ ഒരു അപ്സ്കെയിലിംഗ് നടത്തി കിട്ടിയാൽ മതി. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ ജനറേറ്റീവ് AIയോ അല്ലെ ലാംഗ്വേജ് മോഡലിങ്ങോ ഒന്നും ഇവർക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഈ CNNസിനെ ഒന്ന് ഓടിക്കണം, CNNസിനെ ഒന്ന് റെൻഡർ ചെയ്ത് കിട്ടണം, അല്ലെ പ്രോസസ് ചെയ്യണം. അതിനായിട്ടുള്ള ഒരു പെർഫോമന്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ മതി. ഏറ്റവും അങ്ങേയറ്റത്തെ NPUവിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഓർത്തോണം, ഇവിടെ NPU എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മാക്ബുക്കിൽ വരുന്ന ഒരു M4 പ്രോസസറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോർ അൾട്ര പ്രോസസറോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പ്രോസസർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഓർത്തോണം എക്സ്പെൻസസും ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ സോണി നോക്കുന്ന എന്താ? എക്സ്പെൻസസ് കുറയ്ക്കണം. കാരണം ചുമ്മാ ഒരു PS5 Pro പുതിയത് കൊണ്ടുവന്നു, ഏറ്റവും പുതിയ GPUയും ഏറ്റവും പുതിയ NPU ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് പോയിട്ട് $2,000-3,000 ഒന്നും ഇവർക്ക് മേടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർ നോക്കുന്നത് ഇവരുടെ ആവശ്യത്തിന് പറ്റിയ ഒരു പെർഫോമന്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഇവർക്ക് മതി. അങ്ങനെ നോക്കിയപ്പം ഇവർക്ക് പിടികിട്ടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള CNN ഓടിക്കാൻ സാധ്യമാക്കുന്ന ഒരു ഹാർഡ്വെയർ ഇവർക്ക് മതി. അങ്ങനെ ഇവർ ഫൈനലി തീരുമാനമെടുത്തു ഇവരുടെ GPU എന്താണോ അതിലോട്ട് കുറച്ച് കസ്റ്റം എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ കസ്റ്റം മോഡിഫിക്കേഷൻ കൊണ്ടുവന്നാൽ മതി എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ടാർഗറ്റഡ് ആയിട്ടുള്ള എൻഹാൻസ്മെന്റ്സ് അവര് RDNA കോറിലോട്ട് കൊണ്ടുവന്നു. കൂടാതെ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മെമ്മറി സിസ്റ്റങ്ങളിലേക്കും. അതിനെ അവർ വിളിച്ച പേരാണ് കസ്റ്റം RDNA. നമ്മൾ മുമ്പിലത്തെ ഒരു സ്ലൈഡിൽ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞായിരുന്നു കസ്റ്റം RDNA. അങ്ങനെ കൊണ്ടുവന്ന ആ ഒരു കസ്റ്റം RDNA, അതായത് എഫക്റ്റീവ്ലി GPU, അങ്ങനെ കൊണ്ടുവന്ന ആ ഒരു കസ്റ്റം GPUവിന്റെ പീക്ക് കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ 300 TOPS ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 300 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത് ഒരു ബൈറ്റ് ഇൻപുട്ടേ അല്ല. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്. അതാണ് പുള്ളി പറയുന്നത് 8 ബിറ്റ് TOPS, 300 8 ബിറ്റ് TOPS. ഈ രീതിയിൽ ഈ പെർഫോമൻസിന്റെ കാര്യമൊക്കെ മാർക്ക് സെർണി പറഞ്ഞു. പുള്ളി വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. അതായത് പുള്ളി പറയുന്നത് ഇത്തരത്തിലുള്ള ഹൈ പെർഫോമിംഗ് ഹാർഡ്വെയർ കൊണ്ടുവരുന്നതിലോ അല്ലെങ്കിൽ ഈ പെർഫോമൻസ് സാധ്യമാക്കുന്നതിലോ ഒന്നും ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവർക്ക് വേറൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെമ്മറി ആക്സസ്. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കുക, 300 TOPS എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു 300 ഇന്റിജർ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അപ്പൊ അത്രയും ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതും ഒരു ബൈറ്റിലാണ് അത്രയും ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം അത്രയും ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറിയും അത്രത്തോളം, അതായത് GPUയിലാണ് ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത്. GPUയിൽ നടക്കുന്ന ഏത് പ്രോസസ്സിംഗും മെമ്മറി ആക്സസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പം മെമ്മറി ആക്സസിന് വേണ്ടി ചെല്ലുമ്പം PS5 Proന്റെ മെമ്മറി എത്രയാ? 576 GB പെർ സെക്കൻഡ് ആണ് മെമ്മറി ബാൻഡ് വിഡ്ത്ത്. പക്ഷേ അതിനെ നമ്മൾ 300 TOPS പെർഫോമൻസുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ബൈറ്റ് ഓഫ് ഡാറ്റ റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഒരു ഓപ്പറേഷൻ എന്ന് വിളിക്കുക. അങ്ങനത്തെ 1000 ഓപ്പറേഷൻസ് ചെയ്യുന്നതിനോട് ഇക്വലന്റ് ആണ് ഈ പറഞ്ഞ 300 TOPS. അതായത് 576 GB പെർ സെക്കൻഡ് ബാൻഡ് വിഡ്ത്ത് ഉള്ള മെമ്മറിയിലോട്ട് ഒരു ബൈറ്റ് ഓഫ് ഡാറ്റ റീഡ് ചെയ്യുന്നു, ഒരു ബൈറ്റ് ഓഫ് ഡാറ്റ റൈറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഒരു ഓപ്പറേഷൻ ആയിട്ട് വിളിക്കുവാണെങ്കിൽ അങ്ങനെ 10,000 ഓപ്പറേഷൻസ് അറ്റ് എ സിംഗിൾ ടൈം ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് 300 TOPS എന്നുള്ള പെർഫോമൻസ് കണക്കാക്കുന്നത്.